ഒരു നിയമസഭാ മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം പ്രവചിക്കാൻ വലിയ സർവേകളോ മണിക്കൂറുകൾ നീളുന്ന രാഷ്ട്രീയ ചർച്ചകളോ എപ്പോഴും ആവശ്യമായി വരണമെന്നില്ല. ചിലപ്പോൾ ഒരൊറ്റ ചിത്രം അല്ലെങ്കിൽ നിശബ്ദമായ ഒരു ചെറിയ വീഡിയോ മതിയാകും വരാനിരിക്കുന്ന കൊടുങ്കാറ്റിൻ്റെ ദിശയറിയാൻ. പൂഞ്ഞാർ നിയമസഭാ മണ്ഡലത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഫലം എന്തായിരിക്കുമെന്നറിയാൻ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ഒരൊറ്റ ദൃശ്യം മാത്രം മതി. ഇത് കേവലം ഒരു വ്യക്തിയുടെ വീഴ്ചയുടെ മാത്രമല്ല, ഒരു ജനത തങ്ങളെ വഞ്ചിച്ചവരെ എങ്ങനെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്നു എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണം കൂടിയാണ്. സസ്പെൻസുകൾക്ക് ഇവിടെ സ്ഥാനമില്ല. കാരണം പൂഞ്ഞാറിൻ്റെ ജനവിധി ഈ ദൃശ്യങ്ങളിൽ ഇതിനകം എഴുതപ്പെട്ടു കഴിഞ്ഞു. രാഷ്ട്രീയ നേതാക്കൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്താണ്? അത് ജയിലിൽ കിടക്കുന്നതോ തിരഞ്ഞെടുപ്പിൽ തോൽക്കുന്നതോ അല്ല. ജനങ്ങൾ അവരെ അവരുടെ ജീവനുള്ള കാലത്ത് തന്നെ വിസ്മൃതിയുടെ ഇരുളിലേക്ക് വലിച്ചെറിയുന്നതാണ്. ഒരു കാലത്ത് ചുറ്റും ആളും ആരവവും നിറഞ്ഞു നിന്നവർ, കാർ ഇറങ്ങുമ്പോൾ ഓടിയെത്താൻ മത്സരിച്ചിരുന്നവർ, ഇന്ന് ആരാലും തിരിഞ്ഞു നോക്കാതെ അവഗണിക്കപ്പെടുന്നത് അവരായി നിന്ന് ചിന്തിച്ചാൽ നെഞ്ച് പിളർക്കുന്ന വേദനയാണ്. ഈ ചിത്രം നോക്കുക. ഇത് പൂഞ്ഞാറിലെ BJP നേതാവ് PC ജോർജാണ്. സ്വന്തം നാട്ടിലെ ഒരു പള്ളിപ്പെരുന്നാളിന് പങ്കെടുക്കാൻ ചെന്നതാണ് അദ്ദേഹം. ചുറ്റും വലിയ ആൾക്കൂട്ടമുണ്ട്. പക്ഷേ അദ്ദേഹം നടക്കുന്നത് ഒരു ശൂന്യതയിലൂടെയാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ വീഡിയോ പുറത്തു വന്നപ്പോൾ ശ്രദ്ധിച്ചിരുന്നു. മുഖം വിളറി വെളുത്തിരിക്കുന്നു, കണ്ണുകളിൽ കനത്ത ദുഃഖം നിഴലിച്ചിരിക്കുന്നു. ആരെങ്കിലും തന്നെ ഒന്ന് പ്രതീക്ഷയോടെ നോക്കുമെന്നോ ഒരു ചിരി സമ്മാനിക്കുമെന്നോ ഉള്ള ആഗ്രഹത്തോടെ ഓരോ മനുഷ്യൻ്റെയും മുന്നിലൂടെ അയാൾ സാവധാനം നടക്കുന്നു. ആളുകളുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കുന്നുണ്ട്. പക്ഷേ ഒരാളും അയാളെ ഗൗനിക്കുന്നില്ല. അയാൾ നടന്ന് ഗേറ്റ് വരെ ചെല്ലുന്നു. അവിടെ ഒരു ചെറു സംഘം വർത്തമാനം പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. ജോർജ് തങ്ങൾക്ക് നേരെയാണ് വരുന്നതെന്ന് അറിയുന്ന നിമിഷം ആ സംഘം അവിടുന്ന് മുഖം തിരിച്ച് മാറി നിന്ന് അവരുടെ വർത്തമാനം തുടരുന്നു. ഒരു മാത്ര അയാൾ ആ ഗേറ്റിൻ്റെ മുന്നിൽ സകലതും നഷ്ടപ്പെട്ടവനെ പോലെ, സ്ഥലകാലബോധം നഷ്ടമായവനെ പോലെ എന്തോ ആലോചിച്ച് നിൽക്കുന്നു. പിന്നെ പതുക്കെ തിരിച്ചു നടക്കുന്നു. അടുത്തേക്ക് വരുന്നത് കാണുന്ന ഓരോ മനുഷ്യനും ഒന്നോ രണ്ടോ ചുവട് മാറി അയാൾക്ക് മുഖം കൊടുക്കാതെ നിൽക്കുന്ന കാഴ്ച ഒരു വലിയ രാഷ്ട്രീയ പാഠമാണ്. എത്രയോ കൊല്ലം ഒരു രാജാവിനെ പോലെ ഈ മണ്ണിൽ മതിച്ചു നടന്നയാളാണ്. ആൾക്കൂട്ടങ്ങൾക്ക് നടുവിൽ നിന്ന് അധികാര ഗർവിൻ്റെ തോക്കുയർത്തി മനുഷ്യരെ ഭയപ്പെടുത്തിയവൻ. ഉറക്കമെണീറ്റ് വരുന്ന രാജാവിനെ കാണാൻ പ്രജകൾ നിന്നിരുന്ന പോലെ തൻ്റെ വീടിൻ്റെ ഉമ്മറപ്പടിയിൽ ഭയഭക്തി ബഹുമാനങ്ങളോടെ കാത്തു നിന്നിരുന്ന മനുഷ്യർ ഇന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ, കൊഴിഞ്ഞു വീഴുന്ന രോമത്തിൻ്റെ വില പോലും നൽകാതെ അവഗണിക്കുമ്പോൾ അയാൾ എത്രത്തോളം തകർന്നിട്ടുണ്ടാകും. വേദനകളിൽ വച്ച് ഏറ്റവും വലിയ വേദന ഉപേക്ഷിക്കപ്പെടുന്നവൻ്റെ മനോവേദനയാണ്. ജോർജ് ഇന്ന് ആ വേദനയുടെ നെറുകയിലാണ്. പൂഞ്ഞാറുകാർ PC ജോർജിനെ ഇന്നലകളിൽ കൈവിട്ടിരുന്നില്ല. ഒരു മുന്നണിയുടെയും പിൻബലമില്ലാതെ, കൊടിതോരണങ്ങളില്ലാതെ, ചിഹ്നമില്ലാതെ സ്വതന്ത്രനായി നിന്നപ്പോൾ പോലും അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ നെഞ്ചിലേറ്റിയ ചരിത്രമുണ്ട്. ഇടതിനെയും വലതിനെയും കാറ്റിൽ പറത്തി പൂഞ്ഞാർ അന്ന് ജോർജിനൊപ്പം നിന്നു. അത്രമേൽ ജനങ്ങൾ വിശ്വസിച്ചിരുന്ന ഒരു നേതാവിന് എവിടെയാണ് പിഴച്ചത്? തൻ്റെ നാക്കിൻ്റെ ലൈസൻസ് ഇല്ലായ്മയെ ജനങ്ങൾ ആസ്വദിക്കുന്നുണ്ടെന്ന തെറ്റിദ്ധാരണയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ വീഴ്ചയുടെ തുടക്കം. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവാണെന്ന ഹുങ്കിൽ കേരളത്തിലെ വലിയൊരു വിഭാഗം മനുഷ്യർ ബഹുമാനിക്കുന്ന വ്യക്തിത്വങ്ങളെയും സമുദായങ്ങളെയും യാതൊരു അടിസ്ഥാനവുമില്ലാതെ അദ്ദേഹം കടന്നാക്രമിച്ചു. തകർച്ചയുടെ യഥാർത്ഥ തുടക്കം ഈരാറ്റുപേട്ടയിൽ നിന്നായിരുന്നു. PC ജോർജ് എന്ന രാഷ്ട്രീയക്കാരൻ്റെ അടിത്തറ ഈരാറ്റുപേട്ടയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളായിരുന്നു. അവർ അദ്ദേഹത്തെ സ്വന്തം വീട്ടിലെ അംഗത്തെ പോലെയാണ് കണ്ടിരുന്നത്. എന്നാൽ താൽക്കാലിക രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി വർഗീയതയുടെ കാർഡ് ഇളക്കി കളിക്കാൻ ജോർജ് ശ്രമിച്ചപ്പോൾ, സ്വന്തം വോട്ട് ബാങ്കിനെതിരെ തന്നെ വിഷം ചീറ്റിയപ്പോൾ ആ നാട് അദ്ദേഹത്തെ തിരസ്കരിക്കാൻ തുടങ്ങി. സ്നേഹിച്ചവരെ വഞ്ചിച്ചതിൻ്റെ പ്രതിഫലമായിരുന്നു പിന്നീട് പൂഞ്ഞാറിൽ കണ്ടത്. അധികാരമില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്നായപ്പോൾ അദ്ദേഹം എന്തു ചെയ്തു? തൻ്റെ പഴയകാല പ്രസ്താവനകളെല്ലാം വിഴുങ്ങി BJP പാളയത്തിലെത്തി. ഇതോടെ പൂഞ്ഞാറിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് മാത്രമല്ല, സ്വന്തം കുടുംബക്കാർക്കും ബന്ധുക്കൾക്കും പോലും അദ്ദേഹത്തോട് പുച്ഛമായി മാറി. ഒരിക്കൽ തൻ്റെ കരുത്തായിരുന്ന നാട്ടുകാർ ഇന്ന് അദ്ദേഹത്തെ കാണുമ്പോൾ മുഖം തിരിക്കുന്നത് ഈ രാഷ്ട്രീയ അശ്ലീലത്തോടുള്ള വെറുപ്പ് കൊണ്ടാണ്. BJPയിൽ എത്തിയ ശേഷം ജോർജിൻ്റെ അവസ്ഥ എന്താണെന്നറിയാൻ വലിയ ഗവേഷണമൊന്നും വേണ്ട. നന്ദഗോവിന്ദ ഭജൻ വിവാദം തന്നെ വലിയ ഉദാഹരണം. സ്വന്തം വ്യക്തിത്വം പണയം വച്ച ഒരു നേതാവിന് എന്തിനും ഏതിനും പ്രതികരിക്കുന്ന ജോർജിന് ആ വേദിയിൽ ഒരു അക്ഷരം മിണ്ടാൻ കഴിഞ്ഞില്ല. തൻ്റെ ഐഡൻറ്റിറ്റി മുഴുവൻ നഷ്ടപ്പെട്ട് ആരുടെയൊക്കെയോ കയ്യിലെ വെറുമൊരു കളിപ്പാവയായി അദ്ദേഹം മാറിയതിൻ്റെ നേർചിത്രമായിരുന്നു അത്. സ്വന്തം അണികൾക്ക് പോലും ഈ ഗതികേട് കണ്ട് തല കുനിക്കേണ്ടി വന്നു. ഇവിടെയാണ് പൂഞ്ഞാറിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയ ചിത്രം തെളിയുന്നത്.
PC ജോർജ് സൃഷ്ടിച്ച ഈ രാഷ്ട്രീയ ശൂന്യതയിലേക്കും വലതുപക്ഷത്തിൻ്റെ കെടുകാര്യസ്ഥതയിലേക്കും വളരെ കൃത്യമായാണ് ഇടതുപക്ഷം കടന്നു വരുന്നത്. വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും രാഷ്ട്രീയത്തിന് പകരം വികസനത്തിൻ്റെയും ജനക്ഷേമത്തിൻ്റെയും ബദൽ മുന്നോട്ട് വയ്ക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു. കഴിഞ്ഞ കുറേ നാളുകളായി പൂഞ്ഞാറിലെ താഴെത്തട്ടിലുള്ള ജനങ്ങൾക്കിടയിൽ LDF ഉണ്ടാക്കിയെടുത്ത സ്വാധീനം ചെറുതല്ല. ഭരണ തുടർച്ചയുടെ ആത്മവിശ്വാസവും മണ്ഡലത്തിൽ നടപ്പിലാക്കിയ ജനകീയ പദ്ധതികളും ഇടതുപക്ഷത്തിന് വലിയ മേൽക്കൈ നൽകുന്നുണ്ട്. ന്യൂനപക്ഷങ്ങൾക്കും ഭൂരിപക്ഷങ്ങൾക്കും ഒരുപോലെ വിശ്വാസമർപ്പിക്കാൻ കഴിയുന്ന സുരക്ഷിതമായ ഒരിടമായി LDF മാറിക്കഴിഞ്ഞു. ജോർജിൻ്റെ വർഗീയ അജണ്ടകളെ തള്ളിക്കളഞ്ഞ പൂഞ്ഞാറിലെ മതേതര സമൂഹം ഇന്ന് ഇടതുപക്ഷത്തിൽ വിശ്വാസമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും തെറ്റാകില്ല. PC ജോർജിൻ്റെ പതനം മുതലെടുക്കാൻ എന്തുകൊണ്ട് കോൺഗ്രസിനോ UDFനോ കഴിയുന്നില്ല? അവിടെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെയും നേതൃത്വത്തിൻ്റെയും വലിയ പോരായ്മകൾ വെളിപ്പെടുന്നത്. പൂഞ്ഞാറിലെ ജനങ്ങളുടെ വൈകാരികമായ ആവശ്യങ്ങളെ തിരിച്ചറിയാനോ ശക്തമായ ഒരു ബദൽ എന്ന നിലയിൽ സ്വയം അവതരിപ്പിക്കാനോ UDFന് കഴിഞ്ഞിട്ടില്ല. ഗ്രൂപ്പ് പോരുകളും താഴെത്തട്ടിലെ സംഘടനാ സംവിധാനത്തിൻ്റെ ദൗർബല്യവും കോൺഗ്രസിനെ അവിടെ നോക്കുകുത്തിയാക്കുകയാണ്. ജോർജിനെ വെറുക്കുന്ന വോട്ടർമാർ ഒരിക്കലും ദുർബലമായ ഒരു കോൺഗ്രസ് സംവിധാനത്തിലേക്ക് പോകാൻ തയ്യാറല്ല എന്ന് വ്യക്തം. അവർക്ക് വേണ്ടത് സുസ്ഥിരമായ നിലപാടുള്ള ഒരു നേതൃത്വത്തെയാണ്. ആളൊഴിഞ്ഞ പള്ളിപ്പറമ്പിലൂടെ തന്നെ നോക്കാതെ മുഖം തിരിക്കുന്ന ജനങ്ങൾക്കിടയിലൂടെ നടന്നു നീങ്ങുന്ന PC ജോർജ് ഒരു പാഠമാണ്. ജനങ്ങളെ വഞ്ചിക്കുന്ന, വർഗീയത പറഞ്ഞ് വോട്ട് നേടാൻ ശ്രമിക്കുന്ന ഏതൊരു നേതാവിനും പൂഞ്ഞാർ നൽകുന്ന വലിയൊരു മുന്നറിയിപ്പ്. ഈ വീഡിയോയിലെ നിശബ്ദതയ്ക്ക് വലിയൊരു ശബ്ദമുണ്ട്. അത് പൂഞ്ഞാറിലെ വോട്ടർമാരുടെ ശബ്ദമാണ്. ആ ശബ്ദം പറയുന്നത് ഒന്നു മാത്രമാണ്: പൂഞ്ഞാറിൻ്റെ മണ്ണ് ഇനി വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയത്തിനൊപ്പമില്ല. അവർ വികസനത്തിനൊപ്പമാണ്, മതേതരത്വത്തിന് ഒപ്പമാണ്. അതെ, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാർ വീണ്ടും ചിന്തിക്കും തങ്ങൾക്കൊപ്പം ആരാണ് നിന്നതെന്ന്, ആരെയാണ് വിശ്വസിക്കാൻ കഴിയുന്നതെന്ന്.